പക്ഷേ ഇൻട്രൊഡക്ഷനാണ് അടിപൊളി. ഓക്കെ, കുറച്ച് ത്രില്ലൊക്കെ കുഴപ്പമില്ല, കണ്ടോട്ടെ. എങ്ങനെയുണ്ടോ നന്നായിട്ടുണ്ട്. ത്രില്ലറൊക്കെ എങ്ങനെയുണ്ട് ലാഗർ കുഴപ്പമില്ല. ചേട്ടാ? ശരിക്കും കഥയുണ്ടോ പടത്തിൽ? ഒരു ത്രില്ലിംഗ് ഇല്ല. നല്ല ത്രില്ലിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് കയറിയത്. പക്ഷെ ഒരു ഇതും കണ്ടിരിക്കാനും ഇല്ലേ? പോരാ. കൊള്ളൂല്ലോ ബ്രോ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. த்ரில்லரா படம்? த்ரில்லர். படம் தமிழில் பேசுங்க, எப்படி இருக்கு? படம் பரவாயில்ல, பார்க்கலாம், ஒரு வாட்டி பார்க்கலாம். த்ரில்லிங்காக இருக்குது, ஒரு டிஃப்ரெண்ட்டாக கதை இருக்குது. இன்னும் கூட கொஞ்சம் ஸ்பீடாக போகிற மாதிரி எடுத்துருக்கலாம். அவ்வளோ இல்லையே படம்? ஒரு அளவுக்கு பரவாயில்ல, ஒரு தடவை பார்க்கலாம், கொடுத்த காசுக்கு மோசம் இல்லை. இல்லை, பெர்ஃபார்மன்ஸுக்கு எப்படி இருக்குது? எனக்கு பிடிச்சிருக்கு. ஆனால் ஒரு டான்ஸு பாட்டு அது இல்லை. அது இருந்தால் இன்னும் கூட நம்ம இளைஞர்களுக்கு பிடிச்சிருக்கும். ஒரு த்ரில்லரா? த்ரில்லர் அதெல்லாம் நல்லா தான் இருக்குது. ஆனால் இந்த கதைக்கு வந்து ஹீரோ விஷாலுக்கு செட் ஆகலை. வேறு யாரையாக போட்டுக்கலாம். ரெண்டாவது ஒரு டூயட் இல்லை, ஒரு டான்ஸ் இல்லை. அது வந்து இந்த காலத்து இளைஞர்களுக்கு பிடிக்காது. നമുക്ക് ഇപ്പോൾ പോണ ജനറേഷൻ പിടിക്കുന്നതാണ് ഓരളவுக்கு കൊള്ളാം. കണ്ടിരിക്കാനുള്ള മൂവി തന്നെയാണ്. ചെറിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. വേറെ പടമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല. നമുക്ക് ഇതുവരെ കാണാത്ത ജോണറിലുള്ള ത്രില്ലറാണ്. അതായത് ആദ്യമേ നമുക്ക് എല്ലാ ത്രില്ലറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരും. നോക്കി ഇതിൽ നമുക്ക് ആദ്യമേ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു സസ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് മാറിയാണ് വരുന്നത്. അത്യാവശ്യം കണ്ടിരിക്കാൻ കൊള്ളാം. രാക്ഷസൻ കമ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ഒന്നും കാണരുത്. ജസ്റ്റ് ഒരു മൂവി ആസ്വദിക്കാൻ വേണ്ടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ പിടിച്ചിരുന്നുണ്ടോ? തിയേറ്റർ പിടിച്ചിരുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പടം. ചെറിയ സ്ലോയിലാണ് പടം റണ്ണാവുന്നുണ്ടെന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. നോർമലി കൊള്ളാം, ഓവറോൾ കൊള്ളാം. ട്വിസ്റ്റൊക്കെ ഉണ്ടോ? ട്വിസ്റ്റുണ്ട്, ചെറിയ ട്വിസ്റ്റസ് ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ അത്യാവശ്യം ക്ലൈമാക്സ് ഞെട്ടിക്കുമെന്നല്ല, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒരു മെസ്സേജാണ്. എന്ത് പറഞ്ഞാലും ഒരു മെസ്സേജാണ്. മെസ്സേജ് ചിലവർക്ക് റിലേറ്റബിൾ ആയിരിക്കാം, ചിലവർക്ക് അല്ലാതാവാം. ആസ് പെർ ഒരു റിവ്യൂ, നോർമലി ഒരു പടം റിവ്യൂ എന്ന രീതിയിൽ അത്യാവശ്യം നല്ലൊരു പടം. എനിക്ക് തീരെ മോശമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടു. ക്രൈം ത്രില്ലർ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ആ സിനിമയിലില്ല. സാധാരണ എനിക്ക് ക്രൈം ത്രില്ലർ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കാണാൻ വേണ്ടി കയറിയില്ല. പക്ഷേ ഒന്നുമില്ല, അത് ഒരു ലോജിക്കില്ല. ഒരു സിനിമ കഥയൊന്നും ഒരു ലോജിക്കില്ല. ഞാൻ അവസാനം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ അക്ഷരം ഫാർ ബെറ്ററാണ്. കനോട്ട് കമ്പയർ ദിസ് മൂവി. ഞാൻ കയറി വിളിക്കാറുണ്ട്, പക്ഷേ നമ്മൾ ആരോട് വിളിക്കാൻ, എന്തിനു വിളിക്കാൻ കൊള്ളുന്നില്ല. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇത്രയും മോശപ്പെട്ടൊരു സിനിമയെ കണ്ടിട്ടില്ല. അടുത്തിടയ്ക്കില്ല, എൻ്റെ ഓർമ്മയില്ല. തിയേറ്ററിൽ ഞാൻ ഇപ്പോൾ അടുത്തിടയ്ക്ക് അത്യാവശ്യം റിവ്യൂയൊക്കെ നോക്കിയിട്ട് കാണുന്നതാണ്, പക്ഷെ കൊള്ളില്ല. കണ്ടിരുന്ന ആ ഒരു ത്രില്ല് കാര്യങ്ങളെല്ലാം ക്ലൈമാക്സ് അവസാനത്തെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് ആ പടത്തിൻ്റെ ഫുൾ ഇത് അലിമ്പായി. മെസ്സേജ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മെസ്സേജാണ്. രാക്ഷസായിട്ട് കമ്പയർ ചെയ്തു. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ആ രാക്ഷസ റേഞ്ച് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഒന്നും പറയും, രാക്ഷസനായിട്ട് ഒരു ലെവലിൽ കൊടുത്ത ക്യാഷിന് എന്തെങ്കിലും വർത്തുണ്ടോ? കൊടുത്ത ക്യാഷ് മുതലായോ? കൊടുത്ത ക്യാഷ് മുതലായ ചേച്ചി നമ്മൾ ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് വന്നിരുന്ന് കാണാം ജസ്റ്റ്. അല്ലാതെ പക്ഷേ അടിപൊളി സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ അവർ കുറച്ചും കൂടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ പടം നല്ലൊരു ക്രൈം ത്രില്ലറായിരുന്നു. ക്ലൈമാക്സിലെ ഒരു പടത്തിൻ്റെ ഒരു വേസ് കണ്ടിറങ്ങുമ്പോൾ തൃപ്തി വരുന്ന ക്ലൈമാക്സാണ്. പല സിനിമകളും ക്ലൈമാക്സ് കിടില്ലെന്ന് പറഞ്ഞാൽ നല്ല സിനിമ ഉണ്ട്, ക്ലൈമാക്സ് കാരണം ഹിറ്റായി പടം. ഏത് ക്ലൈമാക്സ് കാരണം കൊണ്ട് പടം പോലെ അടിപൊളിയായിരുന്നു സിനിമ. നമ്മൾ രാക്ഷസൻ ഇത്രയും വരത്തില്ല സിനിമ, പക്ഷേ യൂഷ്വൽ ത്രില്ലർ കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ല വ്യത്യാസമായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് സീറ്റ് എഡ്ജാണ് എന്ന് വെച്ചാൽ ഇരുത്തം, നമുക്ക് ലാഗില്ലാതെ അടിപൊളിയായിട്ട് സിനിമ കാണാം. അതുപോലെ തന്നെ നല്ല ബീജിയം ഓരോ സിറ്റുവേഷൻ വരുന്നതോറും നന്നായിട്ട് ബീജിയം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അടിപൊളിയായിട്ട്. ശരിക്കും ട്വിസ്റ്റൊക്കെ നമുക്ക് കണക്ഷൻ പ്രെഡിക്റ്റബിൾ അല്ല, പക്ഷേ സിനിമ ഞാൻ കമ്പാരിസനായിട്ട് പറയുന്നില്ല, നല്ല ത്രില്ലറാണ്. യൂഷ്വൽ ത്രില്ലർ സ്റ്റോറിയും കാട്ടി നമ്മൾ സസ്പെൻസ് ഫിലിമിനെ കാട്ടി നല്ല വ്യത്യസ്തമാണ് സിനിമ. പടത്തില്ല എനിക്ക് തോന്നുന്നില്ല, അത് ഓരോരുത്തരുടേതാണ്. കൊള്ളാം, മീൻസ് വൺ ടൈം വാച്ചുകളാണ്. വീണ്ടും നമുക്ക് തിയേറ്ററിൽ പോകാൻ പറ്റാതെ വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റത്തില്ല, വൺ ടൈം വാച്ചുകൾ. പക്ഷേ എന്നാലും സംഭവങ്ങൾ രാക്ഷസൻ്റെ അത്ര വരത്തില്ല, അത് ഉറപ്പാണ്. ഡിഗ്രേഡിങ് എനിക്ക് അതെങ്ങനെ അറിഞ്ഞു. എനിക്ക് ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു ഫീൽ കൊടുക്കുന്നുണ്ട്. ഫാസ്റ്റ് പേസ് മൂവി ആയിരിക്കും എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്.
ഈ മൂവി കംപ്ലീറ്റ്ലി ആദ്യം തൊട്ട് അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. നൗ വെൻ ഇറ്റ് കംസ് ടു ദ നറേഷൻ, ഈ സിനിമ മെയിൻലി എനിക്ക് ഇപ്പം തമിഴ്നാട്ടിൽ റെസ്പോൺസ് എങ്ങനെ അയക്കുന്നത് വെച്ചാൽ BMC സെൻറ്റേഴ്സിൽ ഇത് ഓടില്ല. സ്പെസിഫിക് വളരെ മോഡൽ സെൻട്രിക് അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡ് ലോൺ ബിഗ് തിയേറ്റേഴ്സിൽ മാത്രമേ സിനിമ പോകാൻ സാധ്യത ഞാൻ കാണുന്നത്. കാരണം ഇതിൻ്റെ നറേഷൻ എങ്ങനെയാണ്, അവസാനം ഒരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു കാര്യം വരുമ്പോൾ ആൾക്കാർക്ക് എടുക്കാൻ ഒരു ഇച്ചിരി പ്രയാസമുള്ള കാര്യമായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് സൊസൈറ്റി ഈ മെസ്സേജ് കൊടുത്തേക്കുന്ന രീതി വളരെ സൈക്കോട്ടിക് രീതിയാണ്. കാരണം ഒരു സൈക്കോട്ടിക് കില്ലറിൻ്റെ പേഴ്സ്പെക്റ്റീവ് നിന്ന് അയാളുടെ ആർട്ടും അയാളുടെ ക്രിയേറ്റിവിറ്റിയും മാനിക്കാത്ത ഒരു ലോകത്തിന് അയാൾ കൊടുക്കുന്ന ഒരു റിപ്ലൈ ആണ്. കൊടുക്കുന്ന റിപ്ലൈ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ളൊരു രീതിയിലാണ് കൊടുക്കുന്നത്. സോ ഈ അയാൾ എടുക്കുന്ന രീതി, അയാളുടെ ചിന്താഗതിയെല്ലാം വളരെ സൈക്കോട്ടിക്കാണ്. അപ്പോൾ അതിന് ശരിക്കും അതിലൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. പക്ഷേ നമ്മളൊരു ക്യാരക്ടറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് പ്യുവർലി അബൌട്ട് ഒരു റോ സൈക്കോട്ടിക് ഒരു സീരിയൽ കില്ലർ ഹൂസ് ബീൻ പ്ലാനിങ് ദി സീരിയൽ മർഡേഴ്സ് ഫോർ നിയർലി 10 to 20 years എന്നുള്ള രീതിയിൽ കാണിച്ചത് സിനിമയാണ്. അതിൽ വിഷ്ണു വിശാലൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഓരോ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓവറോൾ മൂവി വരുമ്പോൾ അവസാനം വരുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും ഇത് ഇച്ചിരി ഓവർ ദ ടോപ്പായി പോയോ, ഇച്ചിരി കൂടെ ഒന്നൊരു കോമൺ മാനിന് അല്ലെങ്കിൽ ഒരു കോമൺ ഓഡിയൻസിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു നരേഷൻ കൊണ്ടുപോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സോ ഇറ്റ് വാസ് വെരി ഗ്രിപ്പിംഗ്. ആദ്യം തൊട്ട് അവസാനം വരെ ഇറ്റ് വാസ് വെരി ഗ്രിപ്പിംഗ്. എൻ്റെ പേഴ്സണൽ അഗെയിൻ സംതിങ് ആയി തോട്ട് എല്ലാവർക്കും അത് ചോദിച്ചൊന്നും വരുന്നില്ല. ഓവറോൾ മൂവി പറയായിരുന്നെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. എന്ന് വെച്ചാൽ അവസാനം വന്നിട്ട് ഒരു ഇൻറ്റൻറ്റ്, ആ ഇൻറ്റൻറ്റിനെ നോക്കുമ്പോൾ ഒരു സൈക്കോപാത്ത് കില്ലർ സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ സൊസൈറ്റീനെയൊക്കെ സംരക്ഷിക്കാൻ നോക്കുന്ന പോലീസ് അതിൻ്റെ അഗേൻസ്റ്റ് പോകുമ്പോൾ അവസാനം യു വിൽ ഫീൽ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് മേക്ക് സെൻസ്. അത് മാത്രമേ ഉള്ളൂ. ബട്ട് അതർവൈസ് ആസ് ഒരു ത്രില്ലർ, ഒരു ക്രൈം ത്രില്ലർ ഇറ്റ് വർക്ക്സ്. പക്ഷേ I don't feel it might do too well in Tamil Nadu, but A centers